പുഴ പോലെയെന്നോ കടല് പോലെയെന്നോ പറയാൻ കഴിയാത്ത അവസ്ഥയിലാണ് UAE-യിലെ എല്ലാ എമിറേറ്റുകളും. ദുബായ്, ഷാർജ, അബുദാബി, അലൈൻ, റാസൽ ഖൈമ, ഫുജൈറ എന്നിവിടങ്ങളിലെല്ലാം ഇന്നലെ രാത്രി 12 മണിയോടുകൂടി തുടങ്ങിയിട്ടുള്ള മഴ അത് ഇപ്പോഴും കൂടുതൽ ശക്തമായി തുടരുകയാണ് എല്ലാ എമിറേറ്റുകളിലും. ദുബായിയെ സംബന്ധിച്ചിടത്തോളം ഇന്റർനാഷണൽ സിറ്റിയിലടക്കം നിരവധി വാഹനങ്ങൾ ഒഴുകിപ്പോയിട്ടുണ്ട്. ഷെയ്ഖ് സായിദ് റോഡിൽ പോലും വെള്ളം നിറഞ്ഞു. ഓൺ പാസീവ് മെട്രോ സ്റ്റേഷനിൽ വെള്ളം നിറഞ്ഞു. അതോടൊപ്പം തന്നെ ഡിസ്കവറി ഗാർഡൻസ് മെട്രോ സ്റ്റേഷനിൽ വെള്ളം നിറഞ്ഞു. ഇങ്ങനെ പലയിടങ്ങളിലും ജനജീവിതം, സാധാരണ ജീവിതം സാധ്യമാകാത്ത വിധത്തിൽ നിശ്ചലമാകുന്ന അവസ്ഥയിലാണ് സാഹചര്യമുള്ളത്. മഴയ്ക്ക് ഒരു കുറവുമില്ല. അതുകൊണ്ട് തന്നെ രക്ഷാദൗത്യമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രവർത്തനങ്ങളോ വെള്ളം ഒഴുക്കിക്കളയാനുള്ള ദൗത്യമോ എന്ത് ചെയ്യുമെന്ന് അറിയാൻ കഴിയാത്ത അവസ്ഥ ഉണ്ട്. എങ്ങോട്ടാണ് വെള്ളം ഒഴുക്കിക്കളയേണ്ടതെന്ന് പോലും അറിയാത്ത അവസ്ഥ. ഈ കാണുന്ന ദൃശ്യങ്ങൾ ദുബായ് കിസൈസിൽ നിന്നുമുള്ളതാണ്. ദുബായ് കിസൈസ് മെട്രോ സ്റ്റേഷന് തൊട്ടടുത്തുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇതുപോലെയാണ് വാഹനങ്ങൾ പലയിടത്തും ഒഴുകി നീന്തുന്നത്. രാവിലെ ഇവിടെ ഇത്രയും വെള്ളം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഉച്ച കഴിയുമ്പോഴത്തേക്കും മഴ കൂടുതൽ ശക്തമാകുകയും ഇത്തരത്തിൽ വെള്ളം ഉയരുകയും ചെയ്തു. ദുബായ് മാത്രമല്ല, ഷാർജയെ സംബന്ധിച്ചിടത്തോളം ഷാർജയിൽ ഏറ്റവും അധികം നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത് വ്യവസായ മേഖലയാണ്. ഷാർജയിലെ എല്ലാ വ്യവസായ മേഖലയിലും വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് മറ്റ് നഗരത്തിൽ, ഷാർജ നഗരത്തിലടക്കം കഫറ്റീരിയകളിലും ഗ്രോസറികളിലും ഒക്കെ വെള്ളം കയറി. ദുബായിലാണെങ്കിൽ ഷോപ്പിംഗ് മാളുകളിൽ അടക്കം വെള്ളം കയറിയിട്ടുണ്ട്. അലൈനിൽ വലിയ നാശനഷ്ടമുണ്ടായി. അലൈനിൽ നിരവധി വാഹനങ്ങൾ ഒഴുകിപ്പോയി. റാസൽ ഖൈമയിൽ റോഡ് തകർന്നു. രണ്ടിടത്ത് റോഡ് തകർന്നു. ഇതേ തുടർന്ന് വാഹന ഗതാഗതം, മലയോര മേഖലയിലേക്കുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും നിലയ്ക്കുകയും ചെയ്തു. അജ്മാൻ, ഉമ്മൽ ഖുവൈൻ അടക്കമുള്ള എല്ലാ എമിറേറ്റുകളിലും ശക്തമായിട്ടുള്ള മഴ തുടരുകയാണ്. ഈ മഴ ഇതുപോലെ തന്നെ തുടരുമെന്നാണ് ഇപ്പോഴും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. സർക്കാർ ഓഫീസുകളൊക്കെ തന്നെ അവധി നൽകി. നാളെയും സർക്കാർ ഓഫീസുകൾക്ക് അവധിയായിരിക്കും. അവശ്യ സർവീസുകൾക്ക് മാത്രമായിരിക്കും പ്രവർത്തനം അനുവദിക്കുക. സ്കൂളുകൾക്ക് നാളെയും ഓൺലൈൻ പഠന രീതിയിലേക്ക് മാറണമെന്നുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട്. എല്ലാ ബീച്ചുകളും അടച്ചിരിക്കുന്നു, എല്ലാ പാർക്കുകളും അടച്ചിരിക്കുന്നു, ഗ്ലോബൽ വില്ലേജ് അടച്ചിരിക്കുന്നു. ഇങ്ങനെ നിശ്ചലമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ UAE-യിലുള്ളത്. ഇന്ന് അർദ്ധരാത്രിയോടുകൂടി തുടങ്ങിയിട്ടുള്ള മഴ ഇനിയും തുടരും. അത് നാളെ ഉച്ചവരെ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. 2 ന്യൂനമർദ്ദ പാത്തികൾ ഒരുമിച്ച് വന്നത്, ഒമാൻ ഭാഗത്തു നിന്നുമുള്ള ന്യൂനമർദ്ദ പാത്തിയും അതോടൊപ്പം തന്നെ സൗദി അറേബ്യയിലെ സില വഴിയുള്ള ന്യൂനമർദ്ദ പാത്തിയും, ഇത് രണ്ടും ഒരുമിച്ച് വന്നതാണ് ദുബായിൽ ഇത്രയ്ക്ക് വലിയ മഴയും വെള്ളപ്പൊക്കവും നാശനഷ്ടവും വിതച്ചത്. ഈ മഴ ഇതുപോലെ തുടരും നാളെ ഉച്ചവരെയെങ്കിലും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്.